എൻ്റെ ട്രെയിൻ എനിക്ക് മിസ്സായിപ്പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ കയറി. അവിടെ നിന്ന് പിന്നെ കണ്ണൂർക്കുള്ള ട്രെയിൻ കയറി. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ടിക്കറ്റ് റിസർവ് ഇല്ല. ഇനി ഞാൻ എന്താക്കി, നോർമൽ, എനിക്കുള്ളിൽ പേടിയുണ്ട്. ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എന്താണ് ഏതാണ്, ഇത്ര ലോങ് യാത്രയല്ലേ, ലോങ് ആണോയെന്ന് ചോദിച്ചാൽ എനിക്കിത് ലോങ് ആണ്, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കോയമ്പത്തൂർ പോകുന്നത്. ചെന്നൈ പോയി, കോയമ്പത്തൂരൊക്കെ ആദ്യമായിട്ടാണ്, ഭാഷ അറിയില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ എന്തായാലും വേണ്ടില്ല, എനിക്ക് കേരളത്തിൽ എത്തിയേ പറ്റുള്ളൂ, എനിക്ക് കണ്ണൂരെത്തണം. ആ ഒരു കൺസെപ്റ്റ് എൻ്റെ ഉള്ളിൽ മൊത്തം. എനിക്ക് ഫുള്ളൊരു പ്രളം പരമേശം, എനിക്കറിയില്ല ആ ഒരവസ്ഥ. അപ്പോൾ ഞാൻ കയറിയിരുന്നപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി. നോക്കുമ്പോൾ മലയാളി ഒരമ്മ എൻ്റെ അടുത്തിരുന്നു. റൈറ്റ് സൈഡിൽ എൻ്റെ അടുത്തൊരമ്മ, മുന്നിലൊരു ഹസ്ബൻഡ് വൈഫ്, മുകളിൽ ഒരു ചെറിയ കുട്ടി. ഞാൻ വിചാരിച്ചു 2-ലോ 3-ലാന്ന്, അവൻ പറഞ്ഞു 10-ലാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ മൂത്ത വെച്ചു. അപ്പോൾ അവൻ എനിക്ക് തോന്നുന്നുണ്ട് ഇവൻ 10-ലാണെങ്കിൽ അവൻ ഡിഗ്രിക്കായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ഇവനെ കണ്ടാൽ 10ഉം അവനെ കണ്ടാൽ 2-ലോ 3-ലോ എന്നേ പറയുള്ളൂ കേട്ടോ. ഇവനെ ഞാൻ അങ്ങനെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. പിന്നെ വേറെ ആരോ ഇരിക്കുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് മൊത്തം ഒറീസ ടീം. അവർ കുടുംബം എനിക്കൊണ്ട് അവരുടെ കൂട്ടുകുടുംബം മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവരെയൊക്കെ ഞാനിങ്ങനെ അബ്സർവ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ മലയാളീൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് ഒരു പെണ്ണും ഒരു കൈക്കുഞ്ഞുമായിട്ട്. പെണ്ണാണെങ്കിൽ മെലിഞ്ഞ് ഒരു 20 കിലോ അങ്ങനെ വരുള്ളൂ, മനസ്സിലായോ? 20-25 കിലോ കഷ്ടിച്ച് അത്രേ വരുള്ളൂ. ഇങ്ങനെ കവളൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പാവാൻ തോന്നും. എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ 30 വയസ്സൊക്കെ ആരും കണ്ടാൽ ഒരു 55 വയസ്സെങ്കിലും തോന്നിക്കൂട്ടോ. അത്രയും അസ്ഥികൂടം തന്നെ. ഒരു കൈക്കുഞ്ഞായിരിക്കുന്നത്, 2-3 മാസം വരും കുഞ്ഞിന് ഞാൻ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഈ പെണ്ണതേ ഇങ്ങനെ ഇത് ഉറങ്ങുന്ന കുഞ്ഞ് വേറെ വഴിക്ക്. എനിക്കാണെങ്കിൽ കുഞ്ഞ് വീഴുമെന്നുള്ള പേടി. ഞാനിങ്ങനെ തന്നെ നോക്കിയിരുന്നു, കുഞ്ഞ് വീഴോ. എന്നിട്ട് ഇതിനെ തട്ടുന്നു ഞാൻ. അപ്പോൾ അയാൾ തട്ടുന്നു ഇങ്ങനെ തട്ടുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിലത്ത് കിടന്നു, തുണി വിരിച്ചിട്ടെന്ന് പറഞ്ഞു. ഭർത്താവിനോട് ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു അവരെ നിലത്ത് കിടത്തെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹിന്ദി പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെ അവർ നിലത്ത് കിടത്തി കഴിഞ്ഞപ്പോഴാണ് കോമഡി. എൻ്റെ ദൈവമേ, ഈ കുഞ്ഞുണ്ടല്ലോ കരച്ചിൽ. അതിന് വിശക്കുന്നുണ്ട്. കുഞ്ഞല്ലേ, 2-3 മാസം, 3 ആവുമെന്ന് തന്നെ അറിയില്ല. 2-3 അത്ര ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത്ര കരച്ചിൽ കേട്ടിട്ടും പെണ്ണറിയുന്നേ ഇല്ല. ഞാൻ ദീദി എന്ന് വിളിക്കുന്ന ഏത് ദീദി, ഒരു ദീദിയും ഇല്ല.